അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ NP ഹലീമ. നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയെക്കുറിച്ചാണ്. ഈ പ്രകടന പത്രികയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള, അതായത് ഈ തൃപ്രങ്കോട് പഞ്ചായത്തിലെ വീട്ടമ്മമാർ, സാധാരണക്കാർ നിരന്തരം അവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ ആവശ്യങ്ങളാണ് ഈ പ്രകടന പത്രികയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇതിന് പ്രധാനപ്പെട്ടത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്, എന്നാലും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വായിച്ചു പോവാം. മസ്റ്ററിങ്ങിൻ്റെ പേരിൽ പെൻഷൻകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കും. നമുക്കറിയാം, ഈ മസ്റ്ററിങ്ങിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ എല്ലാ വർഷവും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടോയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈൻ അക്ഷയ സെൻറ്ററുകളിൽ പോയിട്ട് വിരൽ പതിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിലൊരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അതൊക്കെ ജസ്റ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആശാ വർക്കർമാർ, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സ്, വാർഡ് മെമ്പർമാർ, ഇവരൊക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ താഴെത്തട്ടിൽ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇവരോടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ലിസ്റ്റ് തരാൻ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. അംഗനവാടി ടീച്ചേഴ്സിനൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത്തരം സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകളെ എല്ലാ വർഷവും ബുദ്ധിമുട്ടിക്കുന്ന രീതി ശരിയല്ല. അപ്പോൾ അതിനൊരു പരിഹാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരം കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അർഹരായ മുഴുവൻ അപേക്ഷകർക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കും. പെൻഷൻ വിതരണം സുതാര്യമാക്കും. ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിലും വിതരണം നടത്തുന്നതിലും രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാതാക്കും. ആശാ വർക്കർമാർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും അംഗനവാടി ജീവനക്കാർക്കും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ഇവർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗമാണ്, അധികാരികളുടെ ശ്രദ്ധയിൽ വേണ്ടത്ര പതിയാത്തൊരു വിഭാഗക്കാരാണ് ഈ പറഞ്ഞ ആളുകൾ. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്, അവർക്ക് വേണ്ട ഫെസിലിറ്റിയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്ത് ചെയ്യുമ്പോൾ അത് വളരെ നല്ല അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ എല്ലാ അർഹതപ്പെട്ടവർക്കും വീട് നൽകും എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നൽകുക എന്നതല്ലാതെ പുതുതായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ അപേക്ഷ പോലും വീടിന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീടിന് അപേക്ഷ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എല്ലാവർക്കും വീട് നൽകും എന്നുള്ളത്. തെരുവുനായയുടെ ശല്യത്തിന് ശാശ്വത പരിഹാരമാവും. എന്താ പറയുക, ഇതൊക്കെ കേട്ടാൽ ഇവിടുത്തെ വീട്ടമ്മമാർക്കാവും ഏറ്റവും അധികം സന്തോഷകരമാവുക. കാരണം തെരുവുനായയുടെ രൂക്ഷമായ ശല്യം അനുഭവിക്കാത്ത വീട്ടമ്മമാർ ഇല്ല എന്ന് തന്നെ പറയാം. രാവിലെ ഒരുവിധം വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വാതിൽ തുറക്കുമ്പോൾ നായ ഉണ്ടാവും, അല്ലെങ്കിൽ നായൻ്റെ ശല്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലും മദ്രസയിലൊക്കെ പോയി വരുമ്പോൾ നായനെ പേടിയാണ്, നായൻ്റെ ശല്യമാണ്. റോഡിൽ സൈഡിൽ നമ്മുടെ വീട്ടിൽ വളർത്ത് കോഴികളെ, താറാവുകളൊക്കെ നമ്മൾ നല്ല ഇതിൽ വളർത്തി കൊണ്ടുവരും. ഇപ്പം തന്നെ പഞ്ചായത്ത് കൊടുത്ത കോഴികളെ കുറിച്ച് നമ്മൾ എല്ലാ വീട്ടിലൊന്ന് സർവേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അധിക വീട്ടുകാർക്കും പറയാനുണ്ടാവും അതൊക്കെ നായ പിടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനൊരു നല്ല ഒരു സൊല്യൂഷനാണ്, ഏറ്റവും നല്ല കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തെരുവ് നായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്നുള്ളത്. ആലിങ്ങൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സംവിധാനം ഒരുക്കും. മുടങ്ങിപ്പോയ മാനസിക ആരോഗ്യ ക്ലിനിക്ക്, സൗജന്യ മരുന്ന് വിതരണം എന്നിവ പുനരാരംഭിക്കും. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് വായിച്ച് അത്രയും നിങ്ങളെ വീടുകളിലൊക്കെ, പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരൊന്ന് വായിക്കാതെ, ഇപ്പോൾ ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കുറേ പേപ്പർ കൊടുന്നു തരുന്നതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ആ പേപ്പർ. ഇത് നിങ്ങളെ വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പഞ്ചായത്തിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ
എല്ലാ റോഡുകളും 150 ദിവസത്തിനകം നന്നാക്കുന്നുള്ള കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രഖ്യാപനമാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡുകളുടെ അവസ്ഥ പഞ്ചായത്ത് മുഴുവൻ പോകുന്നവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒട്ടുംപുറത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷന് നമ്മുടെ RK അഫ്സത്ത് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് തുടങ്ങിയതായിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പറയുന്നത്. ഒട്ടുംപുറം ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ മാലിന്യ സംഭരണ കേന്ദ്രം അത് അവിടുന്ന് മാറ്റും. നമുക്കറിയാം, ഹരിത കർമ്മസേനക്കാർ വീടുകളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് MCF ഉള്ളത് നമ്മുടെ ആരോഗ്യ സമുച്ചയത്തിൻ്റെ മുന്നിലാണ്. ഹോമിയോ പിന്നെ ആയുർവേദം ഒക്കെയുള്ള ഒരു സമുച്ചയമാണ്. അവിടെ ഈ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഒരുപാട് പേഷ്യൻ്റ് വരുന്ന സ്ഥലമാണ്. അതിൻ്റെ മുന്നിലാണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്കറിയാം, രോഗികൾ മാനസികമായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഡോക്ടറെ കാണാൻ വരിക. ആ ക്ലിനിക്കിൻ്റെ അടുത്ത് കുറേ മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദം കൂടുകയുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു കൊച്ചു പൂന്തോട്ടം ആണ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പോൾ എന്താകും, അവർക്കൊരു ഉല്ലാസമാണ് മനസ്സിനുണ്ടാവുക. രോഗം കുറേശ്ശെ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഈ ഒട്ടുംപുറത്തെ ആരോഗ്യ സമുച്ചയത്തിന് മുന്നിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രം പ്ലാസ്റ്റിക് അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള നല്ല ഒരു സ്ഥലത്തേക്ക് അത് മാറ്റും എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ UDF അധികാരത്തിൽ വന്നാൽ പച്ചക്കറി, തെങ്ങ് കൃഷി, കൃഷിക്കുള്ള ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ വീഡിയോ കൂടി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രകടന പത്രിക അത് വീടുകളിൽ എത്തിയിട്ടുണ്ടാവും, അതൊന്ന് വായിച്ച് നോക്കണം എന്നാണ് അഭ്യർത്ഥിക്കുക.